ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ മലയാളം പേപ്പറായ മലയാള സാഹിത്യം കഥ, കവിത, ഉപന്യാസം, നോവൽ എന്നതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ, എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പെയ്ഡ് നോട്ട്സ്, അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിവിധ വിഷയങ്ങളുടെ ഫസ്റ്റ് സെം തൊട്ട് തേർഡ് സെം വരെയുള്ള വിവിധ വിഷയങ്ങളുടെ നോട്ട്സുകളൊക്കെ ആവശ്യമുള്ളവർ, മലയാളം നോട്ട്സ് പെയ്ഡാണ്, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് പനിയും ജലദോഷവുമാണ്. പക്ഷേ നിങ്ങളെ ഒപ്പം അത് അടുത്ത ആഴ്ചയ്ക്ക് എക്സാം ആകുമ്പോഴേക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോകണം. അതുകൊണ്ടാണ് കുറച്ച് എടുക്കാൻ, അല്ലെങ്കിൽ ഒന്നിച്ചൊരു ബ്ലോക്കൊക്കെ പറയാം, പറ്റുന്നിടത്തോളം പറയാം. ഒരു ബ്ലോക്കിൽ കംപ്ലീറ്റ് പറ്റുകയാണെങ്കിൽ അങ്ങനെയും പറയാം. നോക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്, കീഴടക്കുന്നു പോലും മാനുജൻ പ്രകൃതിയെ കീഴടക്കാതെ സ്വയമങ്ങു കീഴടങ്ങാതെ. ഈ വരികളിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്താണെന്നാണ് ഒരു ചോദ്യം. ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്നാണ് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ, വിശാലമായ പ്രപഞ്ച വീക്ഷണം ഉൾക്കൊള്ളുന്നൊരു കവിതയാണ് വൈലോപ്പിള്ളിയുടെ വിഷുക്കണി എന്ന കവിത. ആ കവിതയിലുള്ള വരികളാണത് കേട്ടോ. അപ്പോൾ പ്രകൃതിയെ കീഴടക്കിയതിന് പകരം, അല്ലെങ്കിൽ അതിനെ കീഴടക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? അനുനയിപ്പിക്കാനാണ് കവി നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രകൃതിയെ കീഴടക്കണ്ട, മനുഷ്യർ പ്രകൃതിയെ കീഴടക്കാൻ പാടില്ല, പകരം എന്ത് ചെയ്യണം? അതിനെ അനുനയിപ്പിക്കണം. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യത്തോടുള്ള കവിയുടെ സമീപനവും അതുതന്നെയാണ്. കവിയുടെ ആന്തരിക അർത്ഥം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ആ ഒരു അർത്ഥം, ദാമ്പത്യത്തോടുള്ള കവിയുടെ ആ ഒരു അർത്ഥം പുറത്തു കൊണ്ടുവരാനാണ് കവി എന്ത് ചെയ്തത്? പ്രകൃതിയോടുള്ള നമ്മുടെ വീക്ഷണത്തെ ആദ്യം വിലയിരുത്തിയിട്ടുള്ളത്. മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിച്ച് കീഴടക്കുന്നു, എന്നാൽ കീഴടങ്ങുന്നുമില്ല. സ്നേഹത്താൽ വശീകരിച്ച് സഖിയാക്കി പരിപാലിക്കുന്നു. അങ്ങനെ ഭാര്യയോടൊത്ത് ഒരു വീട്ടിൽ സുഖമായി കഴിയുന്ന ഒരനുഭൂതിയാണ് അത് നൽകുന്നത്. അതപ്പോൾ ആ സഖി എന്നിവിടെ പറയുന്ന ആരാണ്? പ്രകൃതിയാണ് കേട്ടോ. ഇതാണ് വരിയിലെ ആശയം. രണ്ടാമത്തത്, കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധി വിഷുക്കണി എന്ന കവിതയിൽ നിന്ന് കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ കവിത ആരുടേതാണെന്നൊന്ന് പറയണം. ഏത് ആൻസർ പറയുമ്പോൾ കവിതയും കവിതയുടെ ഓഥറിനെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. നോക്കുക, എന്താണ്? മേടമാസം വെളിച്ചത്തിൻ്റെ മകളാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ മേടമാസം വെളിച്ചത്തിൻ്റെ മകളാണെന്ന് പറയുന്നതെടുത്ത് കണിക്കൊന്നയുടെ മേൽ ചാർത്തി എടുത്ത, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, കണിക്കൊന്നയുടെ ചാർത്തണിഞ്ഞെത്തുന്ന മേടമാസം മാനവർക്ക് സമൃദ്ധിയുടെ കണിയാണ് എന്നും പറയുന്നുണ്ട്. അതായത് മേടമാസം വെളിച്ചത്തിൻ്റെ മാസമാണ്. അപ്പോൾ അവിടെ എന്താണ്? ആ മേടമാസം വരുമ്പോൾ എന്താണ്? ആളുകൾക്ക് സമൃദ്ധിയുടെ ഒരു മാസം കൂടിയാണ്. അല്ലെങ്കിൽ അത് ഒരു പുതിയ വർഷത്തെയാണല്ലോ വിഷു. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ വിഷു ആഘോഷിക്കുന്നത്, ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൻ്റെ ആഘോഷം എന്ന നിലക്കാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് എന്ന് കവി പറയുന്നത്. കേരളീയ ഗ്രാമജീവിതം വൈലോപ്പിള്ളിയുടെ വിഷയങ്ങളിൽ ഒന്നായിരുന്നു. കൊയ്ത്തും മെതിയും അതുപോലെ നാട്ടുംപുറവും കവിതയെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയും മനുഷ്യനും ചേരുമ്പോൾ ഉണ്ടാകുന്ന സമഗ്ര സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന് ഏറെ പ്രിയങ്കരമായിട്ടുള്ളത്. ആർക്ക്? വൈലോപ്പിള്ളിക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ളത്. രുചികരമായ നാട്ടുമാമ്പഴങ്ങൾ പൊറുക്കുന്ന വയലിൻ്റെ കത്തി ഉണ്ടാക്കുന്ന പുകമണം, നല്ല വെളുത്ത അപ്പൂപ്പൻ താടിയുടെ പറക്കലും കശുവണ്ടി പിളർന്ന പരിപ്പിൻ്റെ കോമാളി ചിരിയുമെല്ലാം അദ്ദേഹം തൻ്റെ കവിതകളിൽ വിവരിക്കുന്നുണ്ട്. കശുവണ്ടി തുറക്കുമ്പോണ്ടാകുന്ന കോമാളിച്ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിപ്പ് കിട്ടില്ലേ, അതിനെയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ 5 മാർക്കിന്, വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൽ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരാ ഉല്ലാസങ്ങൾ എന്നാണ് വരികളുടെ ആശയം വ്യക്തമാക്കാനാണ്. വിഷുക്കണി എന്ന കവിതയിൽ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും നന്മയുമാണ് കവി വൈലോപ്പിള്ളി വരച്ചു കാട്ടുന്നത്. മേടമാസത്തിലെ വിഷുക്കാലവും അതിനോടനുബന്ധമായി കവിയുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയ ഒരു അനുഭവവുമാണ് ഈ കവിതയുടെ കേന്ദ്ര പ്രമേയം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ വരി ഏതാണ്? വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൽ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ എന്നുള്ള ആ വരി ഉണ്ടല്ലോ. ആ വരി എന്താണ്? ആ വരി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വേനൽക്കാലം പകലിന് നീളമേറുകയും ചൂട് കൂടുകയും ചെയ്ത് പ്രയാസപ്പെടുത്തുന്നൊരു കാലമാണ്. അപ്പോൾ തീച്ചുളയിൽ നിന്നാണോ കാറ്റ് വീശുന്നത് എന്ന് തോന്നിപ്പോകും വിധത്തിൽ ചൂടായിരിക്കും അപ്പോഴുണ്ടാകുന്ന കാറ്റ്. അതായത് ആ കാറ്റ് പോലും ചൂടായിരിക്കും. വേനൽ ചൂടിൻ്റെ കനം കുറയ്ക്കാൻ വേണ്ടി കുളിർമയുള്ള സ്വപ്നങ്ങൾ കാണുകയാണ് പകൽ എന്നും, അതുപോലെ പൊടി നിറഞ്ഞ കാറ്റിൽ നീറി വിയർത്ത് കണ്ണുകൾ തളർന്ന് പകൽ കിനാവ് കാണുകയായിരിക്കും. പ്രകൃതിയും
പൂഞ്ചോലകളും കാടുകളും എന്നും കവി പറയുന്നു. ഇപ്പോഴുണ്ടായ വേട്ടാളൻ കുഞ്ഞിനെ പോലെ ആവരണമില്ലാതെ ഈ വെയിലിൽ വിരഹിക്കുകയാണ് തൻ്റെ കുട്ടിക്കാലം എന്ന് കവി പറയാം. തൻ്റെ കുട്ടിക്കാലത്ത് അന്നുണ്ടായ ചൂട്, പക്ഷെ അത് എന്താണ് കവി അത്രയും ഓർത്തിരിക്കുന്നത്, മാത്രം ചൂടുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചാണ് ആ വരികളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ വൈലോപ്പിള്ളി കവിതകളുടെ സവിശേഷതകൾ കണ്ടെത്തുക എന്നാണ്. നമ്മൾ പുസ്തകത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ആൻസർ അല്ല കേട്ടോ. വൈലോപ്പിള്ളി കവിതയുടെ സവിശേഷതകൾ എന്ന് പറയാം. എന്നാലും ആൻസർ: മലയാളിയുടെ വയലുകൾക്കും തൊടികൾക്കും സഹ്യപർവ്വതത്തിനും കയ്പവല്ലരിക്കും മരണത്തിനും മഴക്കുമെല്ലാം കവിതയിലൂടെ അനശ്വരത നൽകിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കനവും കാതലുമുള്ള കവിതകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കവിതകളിലൂടെ മലയാളികളുടെ മനം കവർന്ന കവിയാണ് അദ്ദേഹം. കാച്ചിക്കുറുക്കിയ കവിത എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ അറിയപ്പെടുന്നത് തന്നെ. അനാവശ്യമായ ഒരൊറ്റ വാക്കുപോലും ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് വൈലോപ്പിള്ളിയുടെ കവിതാരചനയുടെ ഒരു രീതി. വൈലോപ്പിള്ളി കവിതകളിൽ ശാസ്ത്രബോധവും ചരിത്രബോധവും സൗന്ദര്യബോധവും ഉൾച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശ്രീ എന്നാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം. യാഥാർത്ഥ്യബോധത്തിലൂന്നിയ കവിതകളാണ് വൈലോപ്പിള്ളി രചിക്കുന്നത്. മാനവികതയെ ഉയർത്തിപ്പിടിച്ച അദ്ദേഹം മനുഷ്യനിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സാധാരണ മനുഷ്യൻ്റെ അനുഭവങ്ങൾക്ക് കവിതയിൽ അദ്ദേഹം പുതിയ മാനം കണ്ടെത്തുകയും ചെയ്യുന്നു. ക്ലാസിക് ചിന്തയിൽ നിന്ന് വിട്ടുമാറി കാൽപ്പനികതയിലും അതേപോലെ തന്നെ റിയലിസത്തിലും ഊന്നിയാണ് വൈലോപ്പിള്ളിയുടെ കാവ്യപ്രതിഭ വികസിച്ചു വന്നത്. ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളെ ഭാവസുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നതിലാണ് വൈലോപ്പിള്ളി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് അല്ലെങ്കിൽ പതിപ്പിക്കുന്നത്. സമത്വസുന്ദരമായ ലോകം സ്വപ്നം കാണുന്ന ഓണവുമായി ബന്ധപ്പെട്ട പരാമർശം വൈലോപ്പിള്ളിയെ ഏറെ സ്വാധീനിച്ച ഒരു മിത്താണ്. കേരളീയ ഗ്രാമജീവിതം വൈലോപ്പിള്ളിയുടെ ഇഷ്ടവിഷയങ്ങളിൽ ഒന്നായിരുന്നു. കൊയ്ത്തും മെതിയും നാട്ടുംപുറവും അദ്ദേഹത്തെ ഏറെ പ്രചോദിപ്പിച്ചു. പ്രകൃതിയും മനുഷ്യനും ചേരുമ്പോൾ ഉണ്ടാകുന്ന സമഗ്ര സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊരു വസ്തുത. വിഷുക്കണി എന്ന കവിതയിലെ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും നന്മയുമാണ് കവി വരച്ചു കാട്ടുന്നത്. മേടമാസത്തിലെ വിഷുക്കാലവും അതിനോടനുബന്ധമായി കവിയുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയ ഒരു അനുഭവവുമാണ് വിഷുക്കണി എന്ന കവിതയുടെ കേന്ദ്ര പ്രമേയമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് ചോദ്യത്തിൻ്റെ ആൻസർ. എസ്സേയായിട്ട് വരെ ചോദിക്കാം അത് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്: റൊമാൻറ്റിസിസത്തിൻ്റെ ചായക്കൂട്ടുകൾ കൊണ്ട് കവിതകൾ വർണ്ണശബളമാക്കുന്നതിനേക്കാൾ ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ ഭാവസാന്ദ്രമാക്കി അവതരിപ്പിക്കാനാണ് വൈലോപ്പിള്ളി ശ്രമിച്ചത്. വിഷുക്കണി എന്ന കവിതയെ ആസ്പദമാക്കിയിട്ട് ഈ പറഞ്ഞത് സമർത്ഥിക്കാനാണ് പറയുക, അല്ലെങ്കിൽ വിശകലനം ചെയ്യാനാണ് പറയുക കേട്ടോ. ആൻസർ: റൊമാൻറ്റിസിസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞല്ലോ, ചോദ്യം പറഞ്ഞില്ലേ, എന്താ പറയുക, റൊമാൻറ്റിസിസത്തിൻ്റെ ചായക്കൂടുകൾ കൊണ്ട് കവിതകൾ വർണ്ണശബളമാക്കുന്നതിനേക്കാൾ ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നോക്കുക, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊണ്ടുപോകുന്ന ഒരു നൈരന്തര്യമാണ് വൈലോപ്പിള്ളിക്ക് ജീവിതം. ഇന്ന് വിതയ്ക്കുന്ന വിത്ത് ലോകത്ത് ആദ്യം നട്ട വിത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അദ്ദേഹം പറയാണ് കേട്ടോ, ഇന്ന് നമ്മൾ വിതയ്ക്കുന്ന വിത്ത് ലോകത്ത് ആദ്യം നട്ട വിത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഇവിടുത്തെ നാളത്തെ പാട്ട് ഇന്നിൻ്റെ പാട്ടിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് കവി ചിന്തിക്കുകയാണ് അതിലൂടെ. അതുപോലെ തന്നെ മനുഷ്യരും സകല ദുരിതങ്ങളും അതിജീവിച്ച് പരാജയപ്പെട്ടും വിജയിച്ചുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കവി അതിലൂടെ പ്രത്യാശിക്കുന്നത്. മേടമാസത്തിലെ വിഷുക്കാലവും അതിനോടനുബന്ധമായി കവിയുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയ ഒരു അനുഭവവുമാണ് വിഷുക്കണി എന്ന കവിതയുടെ കേന്ദ്ര പ്രമേയം. വർഷക്കാലം കവിക്ക് ദുഃഖവും മഞ്ഞുകാലം മൗഢ്യവുമായിരുന്നു. എന്നാൽ സഖിയുടെ സാന്നിധ്യം, സഖി എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ സാന്നിധ്യം കവിയെ സന്തോഷവാനാക്കുന്നുണ്ട്. തൻ്റെ പ്രവൃത്തികൾ പതിരായി പോകാതിരിക്കുക, അതായത് പൊള്ളയായി പോകാത്തത് സഖിയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് കവി കരുതുന്നത്. അതായത് പ്രകൃതിയെയും ദാമ്പത്യത്തെയും കവി ഒരുപോലെയാണ് കാണുന്നത്. അതാണ് പ്രകൃതിയെ സഖി എന്ന് വിളിക്കാനുള്ള കാരണം കേട്ടോ. രണ്ടിലും എന്താണ് ലഭിക്കുന്നത് പോലെ നല്ല, അതായത് ഇപ്പോൾ നമുക്ക് പ്രകൃതിയിലാണെങ്കിലും ജീവിതസഖിയിലാണെങ്കിലും കീഴടങ്ങലിനോ സ്ഥാനമില്ല എന്നാണ് കവി പറയുന്നത്. നല്ല കൃഷിയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നത് പോലെ നല്ല ദാമ്പത്യത്തിലൂടെ കൈവരുന്നത് നല്ല സന്താനങ്ങളാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഏത് സങ്കല്പത്തിൽ വളർന്നാലും മനസ്സിൽ ഗ്രാമത്തിൻ്റെ മണവും മതവും സൂക്ഷിക്കണമെന്ന് കവി കവിതയിലൂടെ പറയുന്നുണ്ട്. വിശാലമായ പ്രപഞ്ച വീക്ഷണം ഉൾക്കൊള്ളുന്ന കവിതയാണ് വൈലോപ്പിള്ളിയുടെ വിഷുക്കണി എന്ന ഈ കവിത. കാർഷിക സംതൃപ്തിയിൽ ഊന്നിയ കേരള
ജീവിതത്തെ കവി എന്ത് ചെയ്തിട്ടുണ്ട്, കവിതയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. പ്രകൃതിയെ കീഴടക്കുന്നതിന് പകരം അനുനയിപ്പിക്കാനാണ് കവി ഉപദേശിക്കുന്നത്. ദാമ്പത്യത്തോടുള്ള കവിയുടെ സമീപനവും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ കവിയുടെ ആന്തരിക അർത്ഥം അതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതാണ്. പ്രകൃതി എന്നത് കവി ബാഹ്യരൂപം മാത്രമല്ല, അതിൽ തൻ്റെ ചലനങ്ങളും ഉണ്മയെ സ്വാധീനിക്കുന്ന സകലതിനുമുള്ള ഒരു ഉറവിടമായിട്ടാണ് കാണുന്നത്. കൂടാതെ ഗാനങ്ങളുടെ സ്വാധീനം വിഷുക്കണിയിൽ പ്രകടമാണ്. കവിതക്കുള്ളിൽ ആത്മകഥമുള്ള അല്ലെങ്കിൽ ആത്മാംശമുള്ള മറ്റൊരു കഥ കവിതയിലൂടെ പറയുകയാണ് കവി ചെയ്യുന്നത്. ഇത്രയാണ് ഒന്നാമത്തെ യൂണിറ്റ്. നമുക്കതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് വരുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ യൂണിറ്റ് കൂടി ഒന്ന് പറയാം. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, തൊണ്ട വരണ്ട് പോകുന്നത്, അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നിടത്തോളം പോകാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കാം രണ്ടാമത്തെ യൂണിറ്റിൽ, ഇല്ലെനിക്കിനി ഒരിക്കലും മരണം തുറങ്കുകൾക്കുള്ളിലിട്ടൊരു നാളു മടക്കാനാവില്ലെന്ന സന്ദർഭവും ആശയം വ്യക്തമാക്കാനാണ്. അതായത് എനിക്ക് മരണമില്ല എന്ന കവിതയിൽ വയലാർ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെയും മനുഷ്യൻ്റെ വീരചരിത്രത്തെയും മുറുകെ പിടിക്കുന്നുണ്ട്. അതാണ് സൂചിപ്പിക്കുന്ന വരികളാണ്. എന്താണ്? ഇല്ലെനിക്കൊരിക്കലും മരണം തുറങ്കുകളിലിട്ടൊരു നാളു മടക്കാനാവില്ലെന്നെ. ഇനി എനിക്കൊരു മരണമില്ല, എന്നെ ഒരിക്കലും ഒരു തുറങ്കിലും ഇട്ട് അടക്കാനാവില്ല. അതാണ് ആ വരികൾ പറയും. അപ്പം എന്താണ് അതിൻ്റെ ആശയം നോക്കാം നമുക്ക്. എനിക്ക് മരണമില്ല എന്ന കവിതയിൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെയും മനുഷ്യൻ്റെ വീരചരിത്രത്തെയും മുറുകെ പിടിക്കുകയാണ് കവി. ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ അഭിമാനിക്കുന്ന കവിയെ നമുക്ക് കവിതയിൽ ഉടനീളം കാണാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ അതിര് കടന്ന പ്രഖ്യാപനങ്ങളായിട്ട് കവിത മാറുന്നുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു വരികൾ അവിടെ കുറിച്ചിടുന്നത്. ഇന്നേ വരെ ഈ ഭൂമിയിലുണ്ടായ സംസ്കാരങ്ങൾ മാത്രമല്ല, ഇനി ഉണ്ടായിരിക്കുന്ന സംസ്കാരവും തന്നിലുണ്ട് എന്നാണ്, അതായത് മനുഷ്യനിലുണ്ട് എന്നാണ് കവി ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. എന്നിലൂടെ പറയുന്നത് എന്താണ്? മനുഷ്യകുലത്തെ ഒന്നിച്ചാണ് കേട്ടോ. ഈ ലോകത്തിൻ്റെ ഓരോ പ്രവൃത്തി മേഖലകളിലും ജീവിതങ്ങൾക്ക് നോവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് വേദനിക്കും. മനുഷ്യപ്രയത്നം വിജയഗാഥ മുഴക്കുന്നിടത്ത് ചുണ്ടുകൾ ഗാനമാലപിക്കുന്നത്. ഏത് ഭൂഖണ്ഡത്തിൽ അധ്വാനത്തിൻ്റെ വസന്തങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം എൻ്റെ ചേതനയിൽ വാടാമല്ലിപ്പൂക്കൾ വിരിയുന്നു എന്നാണ് കവി പാടുന്നത്. അതായത് എനിക്ക് മരണമില്ല, ഇനി ഏതെങ്കിലും തുറങ്കിലിട്ട് എന്നെ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് കവി അതിലൂടെ പറയുന്നത്. പാർന്ന കൊടിയാണെങ്കിൽ അതിൽ അധ്വാനത്തിൻ്റെ മുദ്രയായിട്ടും കണ്ണിലെ പൂത്തുവിടരുന്ന സ്വപ്നമായിട്ടും കരളിൽ സംഗീതമായും ഞാൻ എന്നും സഞ്ചരിക്കും എന്ന് കവി സൂചിപ്പിക്കുന്നു. അതായത് കവി മരിച്ചാലും ഈ രീതിയിൽ സംഗീതമായും പൂത്തുവിടരുന്ന സ്വപ്നമായും മുദ്രയായും അദ്ദേഹം യുഗയുഗാന്തരങ്ങൾ അങ്ങനെ സഞ്ചരിക്കും എന്നാണ് കവി പറയുന്നത്. സയൻസിൻ്റെ കുപ്പായമിട്ട് ഞാൻ യുഗയുഗാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമെന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഞാൻ എന്നും ഈ ലോകത്തോടൊപ്പം ഉണ്ടാകും എന്ന ഒരു സൂചനയാണ് കവി നമുക്ക് തരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, മനുഷ്യ കേന്ദ്രീകൃതമായ ലോകവീക്ഷണമാണ് വയലാറിൻ്റെ കവിതകളുടെ ഒരു സവിശേഷത. എനിക്ക് മരണമില്ല എന്ന കവിതയിലൂടെ ഈയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിശദീകരിക്കാനാണ്. നോക്കുക, തൻ്റെ കവിതകളിലൂടെ വയലാർ മനുഷ്യ മനസ്സിനെ എല്ലാ ഭാവതലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിന് ഒരു പുതിയ ദർശനം പ്രദാനം ചെയ്യുന്നവയാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ കവിതകളും. ചങ്ങമ്പുഴയ്ക്ക് ശേഷം ജനകീയമായി മാറിയ കവിയാണ് വയലാർ. എല്ലാ തലമുറയെയും അദ്ദേഹം കവിതകളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് മരണമില്ല എന്ന കവിത വയലാറിൻ്റെ ജീവിതം തന്നെയാണ്. വയലാർ മരിച്ചിട്ട് 40-ലേറെ വർഷങ്ങളായിട്ടും ഇന്നും അദ്ദേഹത്തിൻ്റെ വരികൾ കേൾക്കാതെ ഒരു ദിനവും കടന്നു പോകുന്നില്ല. മനുഷ്യൻ എന്ന വാക്ക് ഏറ്റവും അധികം പ്രയോഗിച്ച കവിയാണ് വയലാർ രാമവർമ്മ എന്ന് പറയുന്നതിൽ ഒരുപക്ഷെ തെറ്റുണ്ടാവില്ല. എനിക്ക് മരണമില്ല എന്ന കവിതയിൽ വയലാർ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും മനുഷ്യൻ്റെ ചരിത്രത്തെ മുറുകെ പിടിക്കുന്നുമുണ്ട്. ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ അഭിമാനിക്കുന്ന കവിയെ നമുക്ക് കവിതയിലുടനീളം കാണാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ അതിര് കടന്ന പ്രഖ്യാപനങ്ങളായിട്ട് കവിത മാറുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് മനുഷ്യനെ സ്ഥാപിക്കുന്ന കവിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കവിതയാണ് എനിക്ക് മരണമില്ല എന്നത്. ഹ്യൂമനിസമാണ് കവിയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന വീക്ഷണം. മനുഷ്യൻ എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവാളത്തെക്കുറിച്ച് കവി നമ്മോട് സംവദിക്കുകയാണ്. മനുഷ്യൻ അജയ്യനാണ് എന്നും പ്രപഞ്ചം മുഴുവനും കാൽക്കീഴിലാക്കി രാവും പകലുമില്ലാതെ മനുഷ്യൻ ചലിക്കുന്നു എന്നും അദ്ദേഹം എനിക്ക് മരണമില്ല എന്ന കവിതയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചത്തെ കയ്യിൽ അമാനമാടുന്ന അത്ഭുത സർഗാത്മക ശക്തിയെ കണ്ടില്ലേ എന്നാണ് മനുഷ്യനെക്കുറിച്ച് ഈ കവിതയിൽ കവി ചോദിക്കുന്നത്. മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ കവി അഭിമാനം കൊണ്ട് ചലനാത്മകനാകുന്നുണ്ട്.
പിന്നെ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയും ശാസ്ത്ര പുരോഗതിയിലും വിശ്വസിക്കുന്ന കവി വയലാർ എന്ത് ചെയ്യുന്നു, മനുഷ്യന് വേണ്ടി വിജയഗാനം രചിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആധുനിക കവികളുടെ സവിശേഷതകൾ കണ്ടെത്തുക എന്നാണ് കേട്ടോ. അത് പുസ്തകത്തിൽ നിന്ന് പറയാൻ പറ്റുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലാസ് തരാമെന്ന് തന്നെ ചിന്തിച്ചത്. നോക്കാം. ആധുനിക കവിത എന്നത് 20ഉം 21ഉം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കവിതകളെയാണ് സൂചിപ്പിക്കുന്നത്. അത് വൈവിധ്യമാർന്ന ശൈലികളും പ്രമേയങ്ങളും സങ്കേതങ്ങളും ഉൾക്കൊള്ളുന്ന പരമ്പരാഗത കവിതാരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കവിത പലപ്പോഴും കർശനമായ മീറ്റർ, റൈം സ്കീമുകൾ നിന്നൊക്കെ രേഖപ്പെടുത്തുന്നവയാണ്. സ്വതന്ത്ര വാക്യങ്ങളും ഭാഷാരൂപങ്ങളും ഉപയോഗിച്ച് അതിനെ പരീക്ഷണം നടത്തുന്നു. ആധുനിക കവിതയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്നല്ലേ നമ്മളോട് ചോദ്യം. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം സവിശേഷതകൾ പറയാം. സ്വതന്ത്ര വാക്യം ഒന്നാമത്തത് എന്താണ്? ആധുനിക കവിത പലപ്പോഴും പരമ്പരാഗത കാവ്യഘടനകളായ മീറ്റർ, റൈം എന്നിവയെ നിരാകരിക്കുന്നു. കവികൾക്ക് അവരുടെ ആവിഷ്കാരത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നു. മറ്റൊരു സവിശേഷത എന്താണ്? ആത്മനിഷ്ഠമായ അനുഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ആധുനിക കവിത പലപ്പോഴും വസ്തുനിഷ്ഠവും ബാഹ്യവുമായ വിവരണങ്ങളെക്കാൾ കവിയുടെ ആന്തരികവും മാനസികവുമായ അനുഭവങ്ങളെ കേന്ദ്രീകരിക്കുന്നു. കവിതകൾ സങ്കീർണമായ വികാരങ്ങൾ, ചിന്തകൾ, ധാരണകൾ എന്നിവ പര്യവേക്ഷണം ചെയ്യുന്നു എന്നുള്ളത്. മറ്റൊരു പ്രത്യേകത ഭാഷയുമായുള്ള പരീക്ഷണമാണ്. എന്ന് വെച്ചാൽ ആധുനിക കവികൾ ഭാഷ, വാക്യഘടന, പേജിലെ കവിതകളുടെ ദൃശ്യാവതരണം എന്നിവയിൽ വിപുലമായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ആധുനികതയുമായുള്ള ഇടപഴകലാണ്. എന്ന് പറഞ്ഞാൽ 20ആം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ദ്രുതഗതിയിലുള്ള പെട്ടെന്നുണ്ടായ സാമൂഹിക സാങ്കേതിക മാസ്മരിക മാറ്റങ്ങളുമായിട്ട് പല ആധുനിക കവികളും ഇഴകിച്ചേരുന്നുണ്ട്. ആധുനിക ജീവിതത്തിൻ്റെ ആകുലതകളും അന്യവൽക്കരണവും തടസ്സങ്ങളും കവികൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റു പ്രത്യേകത പരമ്പരാഗത പ്ലോട്ടിൻ്റെയോ ആഖ്യാനത്തിൻ്റെയോ അഭാവമാണ്. കൂടുതൽ പരമ്പരാഗത കവിതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനിക കവിതകൾ പലപ്പോഴും മനുഷ്യാനുഭവങ്ങളുടെ സങ്കീർണതകളെ പ്രതിഫലിക്കുന്നുണ്ട്. കൂടുതൽ വിഘടിച്ച അല്ലെങ്കിൽ അനുബന്ധ ഘടനകൾക്ക് അനുകൂലമായി നേരായ വിവരണങ്ങൾ അവർ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ചിത്രത്തിന് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്താണ്? ആധുനിക കവികൾ വ്യക്തമായ പ്രസ്താവനകൾക്കാൾ അർത്ഥം, വികാരം, അതുപോലെ ഇന്ദ്രിയാനുഭവം എന്നിവ അറിയിക്കുന്നതിന് മൂർത്തവും ഉജ്ജ്വലവുമായ ചില ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. പലപ്പോഴും കമൻറ്റിൽ കാണുന്നത് തന്നെ എന്താണ്? ലളിതമായ മലയാളം ഉപയോഗിക്കാം. ഇപ്പം ഈ മലയാളം ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് ലളിതമായ മലയാളം കിട്ടാൻ കുറച്ച് പ്രയാസം. അതുകൊണ്ടാണ് ഹിസ്റ്ററി, സോഷ്യോളജിയൊക്കെ വരുമ്പോഴും ആ മലയാളത്തിൻ്റെ ലാളിത്യം ഒന്ന് കുറഞ്ഞു. പക്ഷേ യഥാർത്ഥ മലയാള ഉച്ചാരണമാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പരമാവധി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ കമൻറ്റൊക്കെ വന്നതിന് ശേഷം ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇന്നത്തെ എക്സാമിനെ കുറിച്ച് ഒരുപാട് ആളുകൾ താങ്ക്സ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു, വിളിച്ചിരുന്നു, എളുപ്പമാണെന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതിനെനിക്ക് അതേ സന്തോഷമുണ്ട്. ഒപ്പം നിങ്ങൾ എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി ഉൾപ്പെടുത്തുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.